ഓക്കെ, ഞാന് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന അനസ്തേഷ്യ മെഷീനാണ്. അപ്പം നമ്മൾ ഈ മെഷീൻസിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ കാര്യത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഞാൻ പഠിച്ച കാര്യങ്ങൾ, എനിക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത് മാത്രമേ ഇതിൽ വരുള്ളൂ. ഈ ടെക്നിക്കൽ വീഡിയോക്കുള്ള അല്ലെങ്കിൽ ടെക്നിക്കൽ കാര്യങ്ങൾ പറയുമ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ, പല ആൾക്കാർക്കും പല രൂപത്തിലായിരിക്കും ടെക്നിക്കൽ എറേഴ്സ് വരിക. അത് നമ്മൾ പഠിക്കുമ്പോഴും ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും. പേരുകളിൽ വ്യത്യാസം, നമ്മൾ പറയാം ചില സാധനത്തിനൊക്കെ ഇന്ന പേര് പറഞ്ഞാല് അത് നമുക്ക് അന്വേഷിച്ചാൽ കിട്ടൂല, അല്ലെ? അപ്പൊ നമ്മൾ വേറെ പേര് പറഞ്ഞാലോ കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ ചില സമയത്ത്. അപ്പൊ ടെക്നിക്കൽ പേരുകളിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങള് നിങ്ങൾ അതേപോലെ എന്ത് ചെയ്യരുത്, കോപ്പി ചെയ്യരുത്. എപ്പോഴും നമ്മൾ എല്ലാ സ്ഥലത്തുനിന്നും കാര്യങ്ങൾ പഠിക്കുക, എന്നിട്ട് അതിൽ നിന്നൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് വേണം, അല്ലെങ്കിൽ ഒരു ആകത്തുക കണ്ടെത്തിയിട്ട് വേണം നിങ്ങൾ കാര്യങ്ങൾ പഠിക്കാൻ. കാരണം ഞാൻ അനസ്തേഷ്യ മെഷീൻ പറഞ്ഞു തുടങ്ങും. അപ്പൊ മെഷീൻ പറഞ്ഞു തുടങ്ങുമ്പോൾ എങ്ങനെയാണ് അനസ്തേഷ്യ മെഷീന്റെ വർക്കിംഗ് ഞാൻ ആദ്യം പറയാം. ഈ അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 ടൈപ്പ് ഓഫ് അനസ്തേഷ്യ ആണുള്ളത്. അതില് ഒന്ന് ലോക്കൽ അനസ്തേഷ്യ, രണ്ടാമത് സ്പൈനൽ അനസ്തേഷ്യ, മൂന്നാമത് ജനറൽ അനസ്തേഷ്യ. ഈ മെഷീൻ വെച്ച് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ജനറൽ അനസ്തേഷ്യ ആണ്. അതുകൊണ്ട് തന്നെ ഈ ജനറൽ അനസ്തേഷ്യയില് 3 കാര്യങ്ങളും കൂടെ ഇതിൽ വരുന്നുണ്ട്. അതായത് സഡേഷന്, അനാൽജസിക് ആൻഡ് മസിൽ റിലാക്സേഷൻ. ആക്ച്വലി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു അനസ്തേഷ്യ മെഷീനിൽ എന്തിനാണ് ഒരു വെന്റിലേറ്റർ എന്ന്? ആക്ച്വലി നമ്മൾ അനസ്തേഷ്യ ചെയ്യുമ്പോൾ വെറുതെ പേഷ്യന്റിനെ സഡേറ്റ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്. അതിന്റെ കൂടെ നമ്മൾ ഈ മസിൽ റിലാക്സന്റ് മസിൽ റിലാക്സന്റ് ആവാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് കൂടെ നമ്മൾ അതിന്റെ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താവും, നമ്മള് ലങ്സിന് നമ്മൾ ഈ സഡേഷന്റെ കൂടെ ഈ മസിൽ റിലാക്സേഷൻ കൊടുക്കുമ്പോൾ നമ്മളെ ലങ്സിന് റെസ്പിറേഷൻ, അതായത് ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അനസ്തേഷ്യ മെഷീനിൽ വെന്റിലേറ്ററും കൂടെ ആഡ് ചെയ്യുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ നമുക്ക് സഡേറ്റ് ചെയ്യാൻ പണ്ട് കാലങ്ങളിലൊക്കെ ഇതിന്റെ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത പാർട്ടിൽ ഞാൻ ഇതിന്റെ ഹിസ്റ്ററി, അതായത് എങ്ങനെയാണ് നമ്മൾ ഒരു അനസ്തേഷ്യ മെഷീനിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ളതിന്റെ ഹിസ്റ്ററി ഞാൻ അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോ ഞാൻ മെഷീനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നമ്മൾ മെഷീനെ കുറിച്ച് പഠിക്കുമ്പോൾ ആ മെഷീനിൽ കാര്യമായിട്ട്, അനസ്തേഷ്യ മെഷീനിൽ കാര്യമായിട്ട് നടക്കുന്നത് എന്താണെന്ന് വെച്ചാല്, നമ്മള് ഈ വെന്റിലേഷനും അതിന്റെ കൂടെ അനസ്തെറ്റിക് ഗ്യാസ് കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ ഇത് പറയുമ്പോൾ ഇങ്ങനെ തന്നെ പറഞ്ഞു തന്നാലേ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് മനസ്സിലാക്കാം, വെന്റിലേറ്റർ എന്തിനാണ് അനസ്തേഷ്യ മെഷീന്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ സഡേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജനറൽ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ നമ്മൾ സഡേഷൻ മാത്രമല്ല അതിന്റെ കൂടെ ഈ മസിൽ റിലാക്സേഷനും അനാൽജസിക് ആയിട്ടുള്ള മെഡിസിൻസും കൊടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പേഷ്യന്റിന് സ്വാഭാവികമായിട്ട് ശ്വസിക്കാനുള്ള കഴിവുണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെന്റിലേറ്റർ വെക്കുന്നത്. അതും നമ്മൾ നോൺ ഇൻവേസീവ് ആണ്, ഒരിക്കലും ഇൻവേസീവ് വെന്റിലേഷൻ ആണ് ചെയ്യുന്നത്, ഒരിക്കലും നോൺ ഇൻവേസീവ് അല്ല ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ET ട്യൂബ് ഒക്കെ ഇട്ട് പേഷ്യന്റിനെ ആദ്യം കിടത്തി ഇൻഡ്യൂസ് ചെയ്ത് പിന്നെ ET ട്യൂബ് ഇട്ട് നമ്മൾ VCV വോളിയം കൺട്രോളോ അല്ലെങ്കിൽ പ്രഷർ കൺട്രോളോ ചെയ്തിട്ടാണ് വെന്റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ മോഡ്സ് ഒന്നും അനസ്തേഷ്യ മെഷീനിൽ വരുന്നില്ല, കുറച്ച് മോഡുകൾ മാത്രമേ കാര്യമായിട്ട് വരുന്നുള്ളൂ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിനാണ് ഈ സംഗതി ഉപയോഗിക്കേണ്ടതെന്നാണ്. അങ്ങനെ പഠിക്കുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് പെട്ടെന്ന് കാര്യങ്ങള് എന്താ പറയാ റെക്ടിഫിക്കേഷനിലേക്ക് എത്താൻ പറ്റും. ഒരു കംപ്ലൈന്റ് വരുമ്പോ ഓക്കെ, ഇന്ന മെഷീൻ ഇന്നതിനാണ് യൂസ് ചെയ്യുന്നത്, അപ്പൊ ഇന്ന കാര്യങ്ങള് ഇത്രയും കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ എന്തെങ്കിലും വിഷയം വരുമ്പോ ഇത് ഇന്നതുകൊണ്ടാവാം നമുക്ക് ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുക എപ്പോഴും ഒരു മെഷീന് എന്തിനാണ്, ഇതേപോലെ എന്തിനാണ്, എങ്ങനെയാണ് എന്റെ കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ നേരെ അനസ്തേഷ്യ മെഷീനിലേക്ക് പോവാം. ഇത് ഇപ്പൊ ഞാന് ഇങ്ങോട്ട് എടുക്കും. അതായത് ഞാനിപ്പോ അനസ്തേഷ്യ മെഷീന്റെ ബ്രീത്തിങ് പാർട്ട് അല്ലെങ്കിൽ അതിന്റെ നമുക്ക് ഊരാൻ പറ്റുന്ന എല്ലാ പാർട്സും ഞാൻ ഊരി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു. ഈ സാധനം, ഇതിന്റെ പേരാണ് കാനിസ്റ്റർ. ഇത് CO2 സോഡ ലൈമാണ്.
ഇത് എന്തിനാന്ന് വെച്ചാൽ ഈ സോഡ ലൈം നമ്മൾ ബ്രീത്തിങ് സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിൽ നമ്മളെ ബ്രീത്തിങ് സർക്യൂട്ടിലുള്ള അല്ലെങ്കിൽ നമ്മൾ പുറത്ത് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്തിട്ട് ആ എയർ തന്നെ ഇപ്പൊ പുറത്തേക്ക് വിടാലോ. സ്വാഭാവികമായിട്ട് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്കാണ് വിടുന്നത്. പക്ഷെ ഒരു ബ്രീത്തിങ് സർക്യൂട്ടിൽ നമുക്ക് എന്താണ് ഈ വരുന്ന ഗ്യാസസ് മറ്റുള്ളതൊക്കെ വെറുതെ ഇങ്ങനെ നമുക്ക് റീസൈക്കിൾ യൂസിങ് കൂടെ നടക്കും ഇതിൽ. അപ്പൊ വരുന്ന ഗ്യാസസ് കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് CO2 മാത്രം അബ്സോർബ് ചെയ്തിട്ട് CO2നെ വേർതിരിച്ചിട്ട് വരുന്ന ഗ്യാസിനെ വീണ്ടും റീസൈക്കിൾ ചെയ്ത് കയറിപ്പോവും. പിന്നെ അതിൽ നിന്നും വേസ്റ്റേജ് വരുന്ന ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്യും, പുറന്തള്ളും ചെയ്യും. അപ്പൊ ഈ സാധനം ഇത് ഈ സോഡ ലൈമാണ് ഇതിന്റെ പേര്. ഇത് കാനിസ്റ്റർ, അതിന്റെ ഉള്ളിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ളത് സോഡ ലൈമാണ്. ഈ സോഡ ലൈം എന്താവും, സ്വാഭാവികമായിട്ട് അറിയായിരിക്കും എല്ലാവർക്കും, ഇത് കളർ ചേഞ്ച് ആവും. ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ഒരുപാട് കുറച്ച് കേസുകൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന വരെ റോസ് പിങ്ക് കളറിലേക്ക് ഇത് എന്താവും, ചേഞ്ച് ആവും. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഇതാണ് അതിന്റെ യൂസേജ്. ഇനി ഇത് നമ്മളെ ഇത് ഐസോ ആൻഡ് സെവോ, ഐസോയും സെവോയാണ് രണ്ട് വേപ്പറൈസർ അല്ലെങ്കിൽ വേപ്പറൈസേഴ്സ് നമുക്കുള്ളത്. അതില് ഐസോയും സെവോയാണ് നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യാറ്. പണ്ടൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ ഈതർ അല്ലെങ്കിൽ അതുപോലത്തെ മറ്റു സാധനങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ അനസ്തേഷ്യകൾ. അത് ഞാൻ ഹിസ്റ്ററികൾ പറയുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോ ഇത് നമ്മൾ അനസ്തെറ്റിക് ഏജൻസ് ആണ്. ഇതിൽ നമുക്ക് ഞാൻ പറഞ്ഞുതരാം ഇതിൽ എങ്ങനെ ഫില്ല് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്കിത് റീഫില്ല് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പൊ നമ്മൾ ഇതെങ്ങനെ ഫില്ല് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് ഊരിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു പോട്ട് കാണും. അപ്പൊ നമ്മൾ ഇതിന്റെ സൊല്യൂഷൻസ് വരികയാണെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അത് നമുക്ക് കറക്റ്റ് ഇവിടെ ഇൻഡിക്കേഷൻ കാണാൻ പറ്റും. ഇവിടെ താഴെ ഇവിടെ ഒരു ലെവല് കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യുക. അപ്പോൾ ഓൾമോസ്റ്റ് ഇതിലുണ്ട്. ഇപ്പോൾ ഇനി അടുത്ത ഇതിലും ഇതേപോലെ തന്നെയാണ്. ഇത് ഊരുക, അത് ഫില്ല് ചെയ്യുക. പിന്നെ കാര്യം എന്ന് വെച്ചാൽ ഒരു മെഷീൻ പല മെഷീന് പല രൂപത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. ചിലപ്പോൾ പല അനസ്തേഷ്യ മെഷീൻ പല എന്താ പറയുക ഷേപ്പിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു മെഷീൻ പഠിക്കുമ്പോൾ ആ മെഷീന്റെ ബേസ് പഠിക്കുക. അല്ലാതെ നമ്മൾ ചില കമ്പനിന്റെ പ്രോഡക്റ്റ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് മാത്രം പഠിച്ചിട്ട് ആ മെഷീന് എപ്പോഴും ഇങ്ങനെ സംഭവിക്കാവുന്ന പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത മെഷീനിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വരും. അപ്പോ എപ്പോഴും മെഷീൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് പഠിക്കുക. ആ ടൈപ്പ് ഓഫ് മെഷീൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് പഠിച്ചാൽ നമുക്ക് റെക്ടിഫിക്കേഷൻ എളുപ്പമുള്ളൂ. ബേസ് പഠിച്ചു വെച്ചാൽ നമുക്ക് മറ്റേത് ഈ സാധനം ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ റീഫിൽ ചെയ്യുന്ന സാധനം ഇവിടെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു, ചിലതിൽ ചിലപ്പോൾ ഈ സൈഡിലായിരിക്കില്ല. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങൾ വരും. പിന്നെ ഇതിലിപ്പോ എന്തെങ്കിലും സംഭവിച്ചു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സെവോയോ ഐസോയോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പനീന്റെ സാധനം അനുസരിച്ച് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടെ നമ്മൾ ഇവിടെ ഫില്ല് ചെയ്ത സാധനം റിവേഴ്സ് വന്നോളും. എന്നിട്ട് നമുക്ക് ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് വെക്കുക, വേപ്പറായിട്ട് പൊക്കോളും. എന്നിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളത് ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പറയുമ്പോൾ ഓരോ മെഷീനും പല രൂപത്തിലായിരിക്കും അല്ലെങ്കിൽ പല സൈഡിലായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബേസ് പഠിക്കണം എന്ന് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഇത് നമ്മളെ ബെല്ലോസ് ഹൗസിങ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ ബ്രീത്തിങ് പാർട്ടിൽ നിന്ന് ഞാൻ പാർട്സ് ആക്കിയ സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പം ഇത് ബെല്ലോസ് ഹൗസിങ്, ഇത് ബെല്ലോസ്. ഇതൊക്കെ ഞാൻ കണക്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ട് തരാം. അതിന്റെ കൂടെ ഇതെങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇത് മാനുവൽ ബാഗ്. ഈ സാധനം കണ്ടിട്ടുണ്ടാവും, നമ്മൾ മാനുവലി കണക്ട് ചെയ്തിട്ട് മാനുവൽ വെന്റിലേഷൻ ചെയ്യുമ്പോൾ സ്ക്യൂസ് ചെയ്ത് പിടിക്കുന്ന ബാഗ്, മാനുവൽ ബാഗ് എന്ന് പറയാം. ഇത് മാനുവൽ ബാഗ് കണക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ കണക്ട് ചെയ്യാനുള്ള ബാഗാണിത്, ഹാമാണിത്. ഓക്കെ, മാനുവൽ ബാഗ് നമ്മൾ ഇവിടെ ഡയറക്റ്റ് കണക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഹോസ് വെച്ചിട്ട് നമ്മളെ ഇതുണ്ടല്ലോ വൈപ്പീസ് പോലത്തെ ഒരു ഇത് നമുക്ക് കിട്ടും. അപ്പൊ ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുകയോ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഈ സാധനം ഇതെന്താന്ന് വെച്ചാല് നമ്മളെ ഇവിടെ നിന്ന് ഊരിയതാണ്. അതായത് നമ്മള് ബ്രീത്തിങ് സർക്യൂട്ട് വന്ന് കണക്ട് ആവുന്നത്, നമ്മളെ വൈപ്പീസ് കണക്ട് ആവുന്ന രണ്ട് ഹെഡാണ് ഇതും ഇതും. ഓക്കെ, ഇത് ഞാൻ ഇവിടെ ഫിക്സ് ചെയ്യാം. അതിന്റെ മുന്നേ ഇതിന്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ സാധനം, അതായത് നമ്മളെ ഫ്ലോ സെൻസർ
ഫ്ലോ സെൻസർ. ഓക്കെ, ഇതില് ഒന്ന് ഇന്നും ഒന്ന് ഔട്ടുമാണ്. അപ്പൊ നമ്മൾ ഇത് ഇടുമ്പോ കൃത്യമായിട്ട് ഇടണം. ഇവിടെ കണ്ടോ ആരോ മാർക്ക് ഉണ്ട്, ഇവിടെയും ആരോ മാർക്ക് ഉണ്ട്. അപ്പൊ ഞാൻ ഇടുമ്പോ കൃത്യമായിട്ട് തന്നെയാണ് ഇടേണ്ടത്. ഇതുണ്ടോ, ഇങ്ങനെ ഇട്ട് ഞാൻ ഇടുന്നത് റോങ് ആയിട്ടാണുള്ളത്, ഞാൻ മനസ്സിലാവും. അപ്പൊ കൃത്യമായിട്ട് കേറി. കണ്ടോ, ഞാൻ തിരിച്ചിട്ട് കഴിഞ്ഞപ്പോ അത് കേറുന്നില്ലായിരുന്നു. അപ്പൊ ഇനി ഇത് കണ്ടോ, ഇത് പേഷ്യന്റിലേന്ന് മെഷീനിലേക്ക് പോകുന്നത് ഇതാണ്. അപ്പം ഈ വേ നമ്മൾ കറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ എന്താവുള്ളൂ, ഇങ്ങനെ കൃത്യമായിട്ട് കയറി നിൽക്കത്തുള്ളൂ. അപ്പൊ ഇത് രണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫ്ലോ സെൻസേഴ്സ്. ഇനി ഇത് അതിന്റെ കവറാണ്. കവർ മീൻസ് നമ്മൾ ആ വൈ പീസ് വന്ന് കണക്ട് ആവുന്ന എൻഡാണ്. അപ്പൊ ഇത് ഞാൻ കണക്ട് ചെയ്ത് കാണിച്ചതാണ്. ഓക്കെ. ഇനി ഈ സാധനം എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ സാധനം ഇതാണ് നമ്മളെ എക്സ്പിറേറ്ററി. ഇതാണ് എക്സ്പിറേറ്ററി ആൻഡ് ഇൻസ്പിറേറ്ററി വാൾവുകൾ. അപ്പൊ ഇതിന്റെ മേലെ വരുന്ന കവറാണ് ഈ സാധനം. ഓക്കെ, ഇതാണ് ആക്ച്വലി ഇൻസ്പിറേറ്ററി ആൻഡ് എക്സ്പിറേറ്ററി വാൾവിന്റെ സാധനങ്ങൾ. ഓക്കെ, അപ്പൊ ഇത് ഇനി കണ്ടു നമ്മൾ ഇവിടെ കൃത്യമായിട്ട് ഇവിടെ ഇതൊക്കെ നോക്കണം. ലീക്കേജ് വരുമ്പോഴേ ടൈഡൽ വോളിയം അച്ചീവ് ആവുന്നില്ല എന്നുള്ള പ്രശ്നമൊക്കെ വരുമ്പോൾ ഇത്രയും ഭാഗത്തൊക്കെ നമുക്ക് ഇത്രയും ഏരിയകളിലൊക്കെ നമുക്ക് ലീക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പൊ ഈ റബ്ബർ പൊട്ടി പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇവിടെ വേറെ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ നമുക്ക് ടൈഡൽ വോളിയം ഫ്ലോ സെൻസർ ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ലീക്കേജ് ടെസ്റ്റ് പാസ്സാവില്ല. ഇപ്പം ഇതുണ്ട്. അതേപോലെ ഇവിടെ ക്രാക്ക് വരിക, ഇവിടെ പൊട്ടി പോവുക, ഇതിന്റെ മേലെ ക്രാക്ക് വന്നിട്ട് ലീക്കേജ് വരിക എന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ലീക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാസ്സാവില്ല. അപ്പോൾ ഞാൻ ഇത് രണ്ടും എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാണ് അഡ്ജസ്റ്റിംഗ് പ്രഷർ ലിമിറ്റിംഗ് വാൾവ്, അതായത് ഏപ്പിൽ വേൾഡ് വാൾവ് എന്നൊക്കെ നമ്മൾ പറയും. ഇത് എങ്ങനെ നമ്മൾ അതിൽ ആക്ട് ആവുന്ന വെച്ചാൽ, നമ്മൾ മാനുവൽ വെന്റിലേറ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് വെച്ചിട്ട് ഈ വാൾവ് വെച്ചിട്ടാണ് നമ്മൾ ബ്രീത്തിങ് സർക്യൂട്ടിലുള്ള എന്ത് ചെയ്യുന്നത്, പ്രഷർ അല്ലെങ്കിൽ അതിന്റെ ഇത് കൺട്രോൾ ചെയ്യുന്നത്. മനസ്സിലായോ? പ്രഷർ ലിമിറ്റിംഗ് വാൾവ്. അപ്പോൾ നമ്മൾ ബ്രീത്തിങ് സർക്യൂട്ടിലുള്ള പ്രഷർ നമ്മൾ ഈ ഒരു വാൾവ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡ്ജസ്റ്റ് ചെയ്തിരുന്നത്. ഓക്കെ, ഇതും ഞാൻ റിട്ടേൺ കണക്ട് ചെയ്യാൻ പോവാണ്. കൃത്യമായിട്ട് കണ്ടോളൂ. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇത് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് കറക്റ്റ് വീണിട്ടുണ്ട്. കറക്റ്റ് വീണ് കറക്റ്റ് ടൈറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഇതിലൂടെ ഒക്കെ എന്താവും, ലീക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതേപോലെ നമ്മൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ കണക്ട് ചെയ്യുന്നതാ ഇതേപോലെ കൃത്യമായിട്ട് നമ്മൾ വെക്കുക. വെച്ചിന്റെ ശേഷം ഇങ്ങനെ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക. കറക്റ്റ് നോക്കി വെച്ചിട്ട് വേണം നമ്മൾ ടൈറ്റ് ചെയ്യാൻ. ഓക്കെ, ടൈറ്റ് ആയിട്ടുണ്ട്, കൃത്യമായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതാണ് നമ്മളെ പവർ ഗേജ്. ഈ സാധനത്തെ എന്തിനാ യൂസേജ് എന്ന് വെച്ചാൽ, നമ്മൾ ബ്രീത്തിങ് സർക്യൂട്ടിലുള്ള പ്രഷർ എത്ര കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ വെന്റിലേഷൻ നടക്കുന്ന സമയത്ത് ഇത് നോർമലി 30 to 35, 40 വരെയൊക്കെയാണ് നമ്മൾ പ്രഷർ റേഞ്ച് പറയാം. അപ്പം ഇതിൽ ബ്രീത്തിങ് സർക്യൂട്ടുള്ള റേഞ്ച് നമ്മൾ വെന്റിലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ കൃത്യമായി കാണിച്ചു തരാം. ഇതിങ്ങനെ കറക്റ്റ് എന്താവും, ഈ 35, 30, 40ന്റെ ഇടയിൽ കറക്റ്റ് നമുക്ക് ഓസിലേറ്റ് ചെയ്യുന്ന കാണാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം. ഇനി അപ്പൊ നിങ്ങൾക്ക് മാറിപ്പോകരുത്. ഇത് നമ്മളെ ബ്രീത്തിങ് സർക്യൂട്ടിൽ എന്താണ്, പ്രഷർ ലിമിറ്റ് ചെയ്യാനാണ്, ഫ്ലോ അതിലുള്ള പ്രഷർ ലിമിറ്റ് ചെയ്യാൻ. ഇത് ആ പ്രഷർ കാണിച്ചു തരാനാണ്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മാറിപ്പോകരുത്. ഇത് നമ്മളെ ബ്രീത്തിങ് സർക്യൂട്ടിലുള്ള പ്രഷർ കാണിച്ചു തരും. ഇങ്ങനെ വെന്റിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്തിട്ട് ഇത്രയും പ്രഷറാണ് പോകുന്നതെന്ന് കൃത്യമായിട്ട് കാണിച്ചു തരും. ഓക്കെ, ഇത് പിന്നെ നമ്മളെ മാനുവൽ ആൻഡ് ഓട്ടോമാറ്റിക് ഷിഫ്റ്റിംഗ് ഇതാണ്, സ്വിച്ച് ആണ്. കണ്ടോ, ഇതിപ്പോ മെക്കാനിക്കൽ വെന്റിലേഷനിലാണ്, ഇതിപ്പോ മാനുവൽ വെന്റിലേഷനിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വാൾവ് പോലെ തന്നെ ഒരു സ്വിച്ച് ആണിത്. ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെക്കാനിക്കൽ വെന്റിലേഷനും, റിവേഴ്സ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാനുവൽ വെന്റിലേഷനുമായി. ഓക്കെ, പേരാണ് വാട്ടർ ടാപ്പ്. അതായത് നമ്മൾ എന്താ പറയാ, ഈ വെന്റിലേഷൻ ചെയ്യുമ്പോൾ അതിന് ഇപ്പോൾ വാട്ടർ കണ്ടന്റ് കാണാറുണ്ടല്ലോ നമ്മൾ ഈ ചില ട്യൂബുകളിൽ. അപ്പോൾ ആ കണ്ടൻസേഷൻ വരുമ്പോൾ ഇനി എന്തെങ്കിലും വാട്ടർ കണ്ടന്റ് പോയിട്ട് നമ്മളെ സർക്യൂട്ടുകളിലെ സെൻസറിനോ മറ്റോ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ പേര് തന്നെ
വാട്ടർ ട്രാപ്പ് എന്നാണ്. അപ്പൊ അങ്ങനത്തെ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് മെഷീന്റെ താഴെയാണ് ഉള്ളത്. ഞാൻ കൃത്യമായിട്ട് ടാപ്പിന്റെ പൊസിഷൻ. അപ്പൊ ഇത് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ലീക്ക് കാണിക്കും. അപ്പൊ ഇതൊക്കെ ലീക്ക് ഉണ്ടാവുമ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ പോലും കൃത്യമായിട്ട് വെക്കുക, എന്നിട്ട് റൊട്ടേറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെക്കുക. ഇവിടെ ലീക്ക് ഉണ്ടാവുമെന്ന് ശ്രദ്ധിക്കണം ലീക്കേജ് വരുമ്പോൾ. അപ്പം ഇതൊക്കെ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെല്ലോസും പിന്നെ ഇതിന്റെ കാനിസ്റ്ററും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാറുള്ളത്. അതും കൂടെ ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. അതിന്റെ കൂടെ ഇതും കൂടെ, ഇത് AG മൊഡ്യൂൾ എന്ന് പറയും, അനസ്തെറ്റിക് ഗ്യാസ് മൊഡ്യൂള്. അപ്പൊ ഇതെന്താ, ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ മൊഡ്യൂള് നമ്മൾ മെഷീനിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ വാട്ടർ ടാപ്പ് വെക്കും. എന്നിട്ട് നമ്മൾ AT ട്യൂബിൽ നിന്ന് അല്ലെങ്കിൽ ട്യൂബിന് നമ്മൾ ട്യൂബിങ്സിന്റെ എൻഡിൽ നിന്ന് എന്താവും ഒരു സാമ്പിൾ ലൈൻ വഴി ഇവിടെയുള്ള മറ്റേ ഇതുണ്ടല്ലോ വാട്ടർ ടാപ്പിൽ കണക്ട് ചെയ്യും. അപ്പോ ഇവിടെ ഈ അനസ്തെറ്റിക് ഗ്യാസുകളെ സെൻസ് ചെയ്യാൻ പറ്റിയ സെൻസേഴ്സ് ഇതിന്റെ ഉള്ളിലുണ്ട്. അപ്പോ എത്രത്തോളം ഇതില് അനസ്തെറ്റിക് ഗ്യാസുകൾ ഉണ്ട്, ഇപ്പോ നൈട്രസ് എത്രയുണ്ട്, പിന്നെ നമ്മളെ ഐസോ ഓർ സെവോ ഏതാണ് കൊടുക്കുന്നത് അത് എത്രയുണ്ട്, ഇതിന്റെ മാക് വാല്യൂ അടക്കം കൃത്യമായിട്ട് ഇതിൽ കാണിക്കും. അതാണ് അനസ്തെറ്റിക് ഗ്യാസ് മൊഡ്യൂൾ. നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് കൃത്യമായിട്ട് ഇതിൽ കാണിക്കും. അത് സെൻസ് ചെയ്യാനുള്ള ഒരു സെൻസറിന്റെ സെറ്റും കൂടിയാണ് ഇത്. ഓക്കെ, പിന്നെ എന്താണ് നമ്മളെ O2 സെല്ല്, നമ്മള് വെന്റിലേറ്ററിലൊക്കെ മെഷീന്റെ ഉള്ളിലാണ് ഉണ്ടാവുക. ചില അനസ്തേഷ്യ മെഷീനും മെഷീന്റെ ഉള്ളിലാണ് ഉണ്ടാവുക. ഈ കമ്പനിന്റെ സാധനത്തിന് ഇത് ഔട്ട് സൈഡാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതെവിടെ നമ്മൾ കണക്ട് ചെയ്യുന്ന വെച്ചാല് ഇതിന്റെ ഈ സൈഡിൽ വരുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ പേര് നമുക്ക് എല്ലാവർക്കും അറിയുണ്ടാവും, O2 സെല്ല് അല്ലെങ്കിൽ O2 സെൻസർ എന്ന് പറയാം. ഇതിന്റെ പർപ്പസ് എങ്ങനെ, ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ഓക്കെ, ഈ ഇലക്ട്രോലൈറ്റ് നമ്മൾ എത്രത്തോളം ഓക്സിജൻ കൊടുക്കുന്നു അതിനനുസരിച്ച് ഇതിലെ ആ ഇലക്ട്രോലൈറ്റിനായിട്ട് ആക്ട് ആയിട്ട് അതൊരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഉണ്ടാക്കും. ആ ഇമ്പൾസിനെ മെഷീൻ റീഡ് ചെയ്തിട്ടാണ് ഇത്ര ശതമാനം O2 ആണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇത് അതിന് ഉപയോഗിക്കുന്ന സാധനമാണ് ഈ O2 സെല്ല്. അത് വെന്റിലേറ്ററിലായാലും അനസ്തേഷ്യ മെഷീനിലായാലും O2 സെല്ല് എന്ന് പറഞ്ഞാൽ ഇതാണ് ഉപയോഗം. ഇതിന്റെ ഉപയോഗം ഇതാണ്. ഓക്കെ, ശരി. ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഒന്നും കൂടെ ഒരു അസംബിൾ ചെയ്തിട്ട് റിട്ടേൺ അസംബിൾ ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാൻ മാനുവൽ ബാഗ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആമിന്ന് നമ്മള് മാനുവൽ ബാഗ് ഒരു ഹോസ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ വേപ്പറൈസർ കണക്ട് ചെയ്യാൻ പോവാണ്. കൃത്യമായിട്ട് കണ്ടോ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇത് നോക്കണം. ഇത് കറക്റ്റ് ഇട്ടതിന് ശേഷം എന്താ ചെയ്യാ, ഇത് ലോക്ക് ചെയ്യണം. കണ്ടോ, ഇത് ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെ അടുത്തത് സ്ട്രൈറ്റ് വെക്കാം. പ്രസ് ആൻഡ് ലോക്ക് എന്നുണ്ട് ഇത് ഉണ്ട്. അപ്പൊ കണ്ടോ, കൃത്യമായിട്ട് ലോക്ക് ചെയ്ത് ലോക്ക് ആവണം. ഇല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് വീണില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ കറക്റ്റ് ലോക്ക് ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മള് ഇവിടെ ഒരു നോബ് കണ്ടില്ലായിരുന്നു, അത് ഞാൻ ക്ലോസ് ചെയ്തു. അപ്പൊ ഇനി ടൈറ്റ് ആണ്, ഇനി അങ്ങോട്ടും ഇളക്കം തട്ടില്ല. അപ്പൊ ഇനി അടുത്തത് ഞാൻ കാനിസ്റ്റർ, നമ്മളെ കാനിസ്റ്റർ ഞാൻ ഇവിടെ ലോക്ക് ചെയ്യാൻ പോവാണ്. കാനിസ്റ്റർ ഞാൻ ഇതാണ് ഇട്ട് നമ്മൾ ആദ്യം ഇതിൽ ലോക്ക് ചെയ്തു. എന്നിട്ട് ഈ സാധനം, ഈ നോബ് ഇതിൽ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ലോക്ക്ഡായി. അപ്പോ ഇത് ഓരോ കമ്പനിന്റെ സാധനത്തിലും പല രൂപത്തിലായിരിക്കും കാനിസ്റ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ കാനിസ്റ്റർ കറക്റ്റ് ഇൻസ്റ്റാൾഡ് അല്ല എന്നുണ്ടെങ്കിൽ ലീക്ക് കാണിക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, ബെല്ലോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. കൃത്യമായിട്ട് ബെല്ലോസിന് ഹോളുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈഡൽ വോളിൽ അച്ചീവ് ആവില്ല. അപ്പോ നമ്മൾ ഇടുന്നതിന്റെ മുന്നേ ബെല്ലോസിന് ഹോളൊന്നും ഇല്ലല്ലോ എന്ന് കൃത്യമായും കൺഫേം ചെയ്യണം. അപ്പൊ ഞാൻ ബെല്ലോസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ ഹൗസിംഗ്, ബെല്ലറ്റിന്റെ പേരാണ് ബെല്ലോസ് ഹൗസിംഗ്. എപ്പോഴും ഇതിൽ ഒരു റീഡിംഗ് ഉണ്ട്. ആ റീഡിങ് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഈ റീഡിംഗ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളപ്പോൾ ടൈഡൽ വോളിയം നമ്മളവിടെ സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഫ്ലോ നമ്മൾ ഓൺ ആക്കിയതിന്റെ ശേഷം കൃത്യമായിട്ട് ആ ലെവൽ എത്രയാണോ ടൈഡൽ വോളിയം കൊടുത്തത് അതേ ലെവലിൽ വരുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, ഇത് AG മൊഡ്യൂള്.
ഇത് ഈ മെഷീനിന്റെ ഈ സൈഡിലാണ് വരുന്നത്. ഓക്കെ, അത് മെഷീൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഓക്കെ, മെഷീൻ ഓൺ ആക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് പവർ ഓൺ ആക്കി, എന്നിട്ട് ഇവിടെ ഓൺ ആക്കി. ഞാൻ വൈ പീസ് കണക്ട് ചെയ്യാണ്. ഇത് വൈ പീസ് ഇവിടെ ലോക്ക് ചെയ്യാൻ ഇവിടെ ഒരു നോബുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ലോക്ക് ചെയ്ത് പിടിക്കുക. ഒക്ലൂഷൻ വേണം. ഒക്ലൂഷൻ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ഇവിടെ ലോക്ക് ചെയ്ത് ഉപയോഗിക്കുക. ഇനി ഇപ്പൊ മെഷീൻ എപ്പോഴും ഓൺ ആക്കുമ്പോൾ മെഷീൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ സെൻസ് ചെയ്യും. അതായത് മെഷീൻ ഓക്കെ ആണെന്ന് സെൽഫ് ടെസ്റ്റ് ചെയ്യും. ഇപ്പം മെഷീൻ സെൽഫ് ടെസ്റ്റ് ചെയ്ത കാര്യങ്ങളൊന്നും എന്താണ്, പവർ ഓൺ ടെസ്റ്റ്, സെൽഫ് ടെസ്റ്റ്. പവർ ഉണ്ട്, നമുക്ക് എന്തുണ്ട്, AC പവർ കൃത്യമായിട്ടുണ്ട്, ബാറ്ററി ഉണ്ട്, പിന്നെന്താണ് ഹാർഡ്വെയർ എന്ന് ഉദ്ദേശിച്ച അതൊക്കെയാണ്. പിന്നെ വെന്റിലേറ്റർ വർക്കിംഗ് ആണ്. പിന്നെ അതിലുള്ള വാൾവ്സ്, സെൻസേഴ്സ്, ഗ്യാസ് സപ്ലൈ ഇനിയിപ്പോ ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ അത് ഫെയിൽ ആയിട്ടുണ്ടാവും. നമ്മളെ പവർ സപ്ലൈ വർക്കിംഗ് ആണ്. അപ്പോൾ ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് കറണ്ട് ഉണ്ട്. അപ്പൊ എന്താണ്, അപ്പോൾ പാസ് ആയിട്ടുണ്ട്. അതേപോലെ അടുത്തത് AG മോഡ്യൂളാണ്. AG മോഡ്യൂള് നമ്മൾ നേരത്തെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാം ഇതിൽ പാസ്സാണ്. നമ്മൾ അടുത്തതിലേക്ക് പോവാം. കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മൾ ലീക്ക് ടെസ്റ്റിലേക്ക് പോകണം. അപ്പോൾ മെഷീൻ തന്നെ പറയുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ എൻഷുർ ചെയ്യണം. ഇതിൽ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫങ്ഷണൽ ആണോ എന്ന് നോക്കിയതിന്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ചെക്ക് ലിസ്റ്റ്, അതായത് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു, നമ്മളത് ഓക്കെയാണ്. അപ്പൊ ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഓട്ടോ ലീക്ക് ടെസ്റ്റിന് കൃത്യമായിട്ട് ഇതിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എല്ലാ മെഷീനിലും ഇങ്ങനെ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ഞാൻ കണ്ട എല്ലാ അനസ്തേഷ്യ മെഷീനിലും അത് കൃത്യമായിട്ടുണ്ട്. പക്ഷെ ഓരോന്നിനും ഓരോ രൂപത്തിലായിരിക്കും. ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒന്നാമത് സീൽ വൈ പീസ് ആസ് ഷോൺ, അതായത് ഇപ്പൊ അവിടെ പിക്ചറിൽ കാണിച്ച പോലെ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ വൈ പീസ് ഫീൽഡില് വൈ പീസ് ഇതേപോലെ കണക്ട് ചെയ്യുക. രണ്ട് ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി സൈഡിൽ കണക്ട് ചെയ്യുക. പിന്നെ അത് ഒക്ലൂഷൻ ചെയ്ത് വെക്കുക. പിന്നെ എൻഷുവർ സാമ്പിൾ പോർട്ട് വിത്ത് ഇൻസെർട്ട് ഒക്ലൂഡഡ്, നമ്മൾ അത് ഒക്ലൂഡഡ് ആണെന്നുള്ളത് കൺഫേം ചെയ്യുക. ഈ ഇതാണ് അവർ ഒക്ലൂഷൻ പറയുന്നത്, അതായത് നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അഡ്ജസ്റ്റ് ഓൾ മീറ്റർ 0. ദെൻ ഇത് സെറ്റ് ദ ഓട്ടോ ടു മാനുവൽ സ്വിച്ചിങ് പൊസിഷൻ. ഇത് ഇതിപ്പോ മാനുവൽ പൊസിഷനിലാണെങ്കിൽ അത് ഓട്ടോയിലാണെന്ന് എൻഷുർ ചെയ്യാം. പിന്നെ ടു ഫ്ലഷ് ബട്ടൺ കംപ്ലീറ്റ് ദ ബെല്ലോസ്. ഇതാണ് ഓട്ടോ ഫ്ലഷ്. ഈ ഓട്ടോ ഫ്ലഷ് ചെയ്യുമ്പോൾ എന്താണ്, ബെല്ലോസ് ഇതേപോലെ കൃത്യമായിട്ട് ഫില്ലാവുന്നുണ്ടോന്ന് കൺഫേം ചെയ്യാം. ദെൻ സെറ്റ് കണ്ടിന്യൂ. അപ്പൊ മെഷീന് സ്വാഭാവികമായിട്ട് എന്താവും, അതിന്റെ ടെസ്റ്റിംഗ് നടത്തും. ലീക്ക് വല്ലതും ഉണ്ടോ എന്നുള്ളത് മെഷീൻ ചെക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പൊ ടെസ്റ്റ് ലീക്ക് ഒന്നും കാര്യമായിട്ടില്ല. നമ്മളെ സർക്യൂട്ട് ടെസ്റ്റ് പാസ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ മെക്കാനിക്കലും ചെയ്യണം, മാനുവലും ചെയ്യണം. അപ്പൊ ഇനി അടുത്തത് നമ്മൾ മാനുവൽ ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ചെയ്യുക. APL വാൾവ് കണ്ടോ, മാനുവലിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ APL വാൾവിന് കാര്യമായിട്ടുള്ള റൂളുണ്ട്. അപ്പൊ അതിൽ പറയുന്നുണ്ട് 50 പ്രഷർ വരെ നമ്മൾ എന്ത് ചെയ്യാം, 50 നമ്മൾ പോയിന്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ മാനുവൽ ബാഗ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് മാനുവൽ ബാഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ ഓട്ടോ ഒന്ന് മാനുവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ദെൻ നമ്മളോട് ഓട്ടോ ഫ്ലഷ് അടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഓട്ടോ ഫ്ലഷ് അടിച്ചിട്ട് ഇത് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഗേജിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഗേജിൽ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഇത് ഗേജില് ബ്രീത്തിങ് സർക്യൂട്ടിലുള്ള പ്രഷർ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ ഫ്ലഷ് ചെയ്തപ്പോൾ ലോക്ക് കയറിയിട്ടുണ്ട്. ദെൻ ഇവിടെ വന്നിട്ട് സ്വാഭാവികമായിട്ട് കണ്ടിന്യൂ അടിക്കാം. മാനുവൽ ടെസ്റ്റും പാസ്സായി, മാനുവൽ ടെസ്റ്റ് പാസ്സായിട്ടുണ്ട്. അപ്പൊ ഇനി അത് മിനിമത്തിലിടാം. ഓക്കെ, മിനിമത്തിൽ നമ്മൾ ഇട്ടു. ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം,
ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാല് നേരത്തെ നമ്മള് മെഷീൻസ് ആണ്, അപ്പൊ ചിലപ്പോ ടെസ്റ്റുകളൊക്കെ അങ്ങ് പാസ്സായി പോയാലും നമ്മൾ എപ്പോഴും നല്ലത് എന്താന്ന് വെച്ചാല് വെന്റിലേറ്റ് ചെയ്ത് വെക്കുക. ഇപ്പൊ ഇതില് ഞാൻ ബ്രീത്തിങ് സർക്യൂട്ട് എടുത്ത് ബ്രീത്തിങ് സർക്യൂട്ട് എനിക്ക് വേറെ ഒരു ബാഗ് എടുക്കുക, അല്ലെങ്കിൽ ടെസ്റ്റ് എടുക്കുക. ടെസ്റ്റ് ലൈൻ ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാ, നമ്മളെന്ത് ചെയ്യാ, നമ്മൾ ഇതേപോലെ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് മെഷീനെ ഒറ്റയടിക്ക് വിശ്വസിക്കാതെ നമ്മൾ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ കൊടുക്കുന്നതിന് മുന്നേ ഒന്ന് വെന്റിലേറ്റ് ചെയ്ത് വെക്കാം. വെന്റിലേറ്റ് ചെയ്തൊന്ന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാ. അതായത് നമ്മൾ ടെസ്റ്റ് ഒക്കെ പാസ്സായി, ചിലപ്പോൾ ടെസ്റ്റ് പാസ്സായി പേഷ്യന്റിന് കൊടുക്കുമ്പോഴായിരിക്കും മൊത്തത്തിൽ പ്രശ്നമാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് വെന്റിലേറ്റ് ചെയ്ത് വെക്കാം. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഒന്ന് മെക്കാനിക്കൽ വെന്റിലേഷനിലേക്ക് പോവാണ്. ഇവിടെ ഞാൻ സ്റ്റാൻഡ് ബൈ പ്രസ് ചെയ്തു, എക്സിറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പൊ മാനുവൽ വെന്റിലേഷനിലാണ് ഞാൻ ഓട്ടോയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓട്ടോയിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോ ഇത്രയും മോഡ്സ് ആണ് ആകെ ഇതിലുള്ളത്, മനസ്സിലായോ? 500 ml VCV, SIMV വോളിയം കൺട്രോള്, പിന്നെ PCV പ്രഷർ കൺട്രോൾ ഉണ്ട്. SIMVയില് PC പ്രഷർ കൺട്രോൾ വരുന്നുണ്ട്, ഒന്ന് വോളിയം കൺട്രോളും ഒന്ന് പ്രഷർ കൺട്രോളും, പിന്നെ പ്രഷർ സപ്പോർട്ട്. ഇത്രയും വെന്റിലേഷൻ മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. വെന്റിലേറ്ററിലാവുമ്പോ ഒരുപാട് വരും. പിന്നെ അപ്പം ഞാൻ ഇപ്പൊ വെന്റിലേഷൻ സ്റ്റാർട്ട് ചെയ്തു. കറക്റ്റ് നമ്മള് പറയുമ്പോ 500, നമ്മള് ഇവിടെ ടൈഡൽ വോളിയം ഇവിടെ 500 ആണ് വെച്ചിട്ടുള്ളത്. ഇതേപോലെ ഇവിടെ 500 കൃത്യമായിട്ട് താവുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഉണ്ടോ, ഓൾമോസ്റ്റ് നമ്മൾ 600 ആ റേഞ്ചിൽ വരുന്നുണ്ട്. ഓക്കെ, ടൈഡൽ വോളിയം വെച്ചിട്ട് ഞാൻ ഇവിടെ വെന്റിലേറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ എന്താ പറയാ, ഇവിടെ കറക്റ്റ് വെല്ലോസ് താവുന്നുണ്ട്. 500ന്റെ അടുത്ത് 500 കംപ്രഷൻ വരുന്നുണ്ട്. ആ കംപ്രസ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, മെഷീനിലേക്ക് വെന്റിലേറ്റ് ചെയ്യുന്നത്. കണ്ടോ, കറക്റ്റ് ഇവിടെ കംപ്രസ് ചെയ്യുമ്പോഴാണ് ഇവിടെ ഇൻഫ്ലേറ്റ് ആവുന്നത്. കണ്ടോ, കൃത്യമായിട്ട് നോക്കിയാൽ മനസ്സിലാവുക. ഇത് കംപ്രസ് ആകുമ്പോഴാണ് ഇവിടെ ഇൻഫ്ലേഷൻ. അപ്പൊ റിവേഴ്സ് ആകുമ്പോൾ അതിനനുസരിച്ച് താവുന്നുണ്ട്. ഓക്കെ, ശരി. ഇനി ഞാൻ നേരത്തെ ബ്രീത്തിങ് സർക്യൂട്ടിലെ പ്രഷർ എന്ന് പറഞ്ഞത് കറക്റ്റ് ഇതിൽ കാണാൻ പറ്റും നമുക്ക്. കണ്ടോ, ഇവിടെ ബെല്ലോസ് താവുന്നതിനനുസരിച്ച് പ്രഷർ അതിനനുസരിച്ചുള്ള പ്രഷർ അവിടെ കാണാൻ പറ്റും. ഓക്കെ, ശരി. കണ്ടോ, പിന്നെ ഇതാണ് ലൂപ്പിംഗ്. നമ്മളെ സർക്യൂട്ട് കറക്റ്റ് ആണെങ്കിൽ ഇത് കറക്റ്റ് ലൂപ്പായിട്ട് വരും, മനസ്സിലായോ? അപ്പം അത് കൃത്യമായിട്ട് കറക്റ്റ് ലൂപ്പാണെന്നെങ്കിൽ കറക്റ്റ് ആണെന്നാണ് എന്റെ. ഇവിടെ കണ്ടോ ഗ്യാസ്, ഇതാണ് അനസ്തെറ്റിക് ഗ്യാസ്. AG മൊഡ്യൂളിന്റെ മെഷർമെന്റ്, ആ മൊഡ്യൂൾ വെച്ചിട്ട് മെഷർ ചെയ്യുന്ന സാധനങ്ങൾ ഇതാണ്. അതായത് ബ്രീത്തിങ് സർക്യൂട്ടിലൂടെ പോകുന്ന ഇത്രയും സാധനങ്ങൾ നമ്മൾ വിടാറുണ്ട്. ഇതൊക്കെ O2, പിന്നെ അതിന്റെ ഇതാണ് 100 എക്സ്പിറേഷൻ സൈഡും ഇൻസ്പിറേറ്ററി സൈഡും ആണത്. രണ്ടാമത്തത് നൈട്രസിന്റെ ഇൻസ്പിറേറ്ററിയും എക്സ്പിറേറ്ററി സൈഡാണ്. പിന്നെ ഇത് A എന്ന് പറഞ്ഞാൽ അനസ്തെറ്റിക് ഏജന്റ്. അപ്പൊ ഐസോ ആണെങ്കിൽ ഐസോ വരും, സെവ ആണെങ്കിൽ സെവ വരും. പിന്നെ മാക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേഷ്യന്റിന്റെ ഒരു എത്രത്തോളം സഡേറ്റ് ആണ് എന്നറിയാൻ വേണ്ടിയിട്ട് മാക് വാല്യൂ, അത് നമ്മൾ പേഷ്യന്റിന്റെ ഏജ് ഇതിൽ കൃത്യമായിട്ട് ഏജ് കൊടുക്കണം, എങ്കിൽ മാത്രമേ അത് കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. മാക് വാല്യൂ 1 അല്ലെങ്കിൽ 1.5 വരെയൊക്കെ നമ്മൾ സാധാരണ ഇതിൽ പോകുന്നതിന് പ്രശ്നമില്ല. അതിൽ കൂടുതലാണെങ്കിൽ സഡേറ്റീവ് ആവും, കൂടുതൽ ഓവർ സഡേഷൻ ആവും. അപ്പോൾ ബാക്കിയുള്ള കോംപ്ലിക്കേഷനിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അനസ്തെറ്റിക് സഡേഷൻ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ബേസ് സപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇതിലേക്ക് പോകും. ഓക്കെ, അത് ബിസ് മോണിറ്ററിങ് പഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പൊ ആക്ച്വലി ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ ഇത് നമ്മൾ ഐസോയോ സെവോയോ ഓൺ ആക്കൽ എങ്ങനെയാന്ന് വെച്ചാൽ ജസ്റ്റ് ഇത് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യലാണ് ഇതിന്റെ ഓൺ ആക്കുന്നതിന്റെ മെത്തേഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളും ഞാൻ പറഞ്ഞതാണ്. അതില് ഇപ്പം നമുക്ക് 2 ടൈപ്പ് ഇതുള്ളത്, അതായത് മെക്കാനിക്കൽ വെന്റിലേഷനും മാനുവൽ വെന്റിലേഷനും. ഇനിയിപ്പോ നമുക്ക് മെക്കാനിക്കൽ വെന്റിലേഷൻ ഈവൻ കേസിന്റെ അടിയിൽ ഫെയിലിയർ ആയി, അതായത് കറക്റ്റ് ബെല്ലോസ് താവുന്നില്ല, ലീക്ക് ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ്, മാനുവലി വെന്റിലേറ്റ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ മാനുവലി വെന്റിലേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു മെത്തേഡും കൂടെ ഉണ്ട്. അതെന്താന്ന് വെച്ചാല് ഇതാണ് കോമൺ ഗ്യാസ് ഔട്ട്ലെറ്റ് എന്ന് പറയും, ACGO.
അപ്പൊ മെഷീൻ എന്ത് ചെയ്യാം, നമ്മള് ഇവിടെ ഇത് നമ്മൾ മെക്കാനിക്കൽ ആൻഡ് മാനുവൽ വെന്റിലേഷൻ ആണ്. ഇത് ACGയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്രീത്തിങ് സർക്യൂട്ട് ആയിട്ട് പിന്നെ യാതൊരു കണക്ഷനും എന്തുണ്ടാവില്ല, മെഷീൻ ഉണ്ടാവില്ല, സോറി നമ്മളെ ഫ്ലോക്ക് ഉണ്ടാവില്ല. അപ്പൊ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ബെയിൻ സർക്യൂട്ട്. ഇതിന്റെ പേരാണ് ബെയിൻ സർക്യൂട്ട്. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യും, ഇത് ACGOന്റെ ഔട്ടാണ്. അപ്പൊ ഇത് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തതിന്റെ ശേഷം നമ്മൾ ഇവിടെ ഇതിനുള്ള മെച്ചം എന്താന്ന് വെച്ചാൽ ഇതില് അനസ്തെറ്റിക് ഗ്യാസ്, അതായത് നമ്മളെ ബോയിലേഴ്സ് ഇല്ലേ, പഴയ ബോയിലേഴ്സ് പഠിക്കുന്ന നിങ്ങൾക്ക് അറിയാവുന്നുണ്ടാവും. നമ്മൾ പഠിക്കുമ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ അറിയുന്ന കാര്യമാണ് എന്ത്, ഈ AC പണ്ടത്തെ സിസ്റ്റം. അത് ഞാൻ ഇനി ഹിസ്റ്ററി പറയുമ്പോൾ കാണിച്ചു തരില്ല മെഷീന്. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ ഇതേപോലെ ഈ എൻഡ് പേഷ്യന്റിന്റെ ട്യൂബിങ്സിലേക്ക് കണക്ട് ചെയ്യും. ഓക്കെ, ട്യൂബിലേക്ക് കണക്ട് ചെയ്യും. എന്നിട്ട് ഇതാണ് ഞാൻ APL വാൾവ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഉള്ള ഒരു വാൾവാണിത്. ഇത് ഈ പ്രഷർ ബ്രീത്തിങ് സർക്യൂട്ടിലെ നാളെ APL വാൾവിന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ അതേപോലെ ഈ ബ്രീത്തിങ് സർക്യൂട്ടിലെ പ്രഷർ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്ക്യൂസ് ചെയ്യുമ്പോൾ ഓവറായിട്ട് സ്ക്യൂസ് ചെയ്ത് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാൾവാണ് എന്ത്. ഇപ്പൊ നമ്മൾ സ്ക്യൂസ് ചെയ്യുമ്പോൾ നല്ല പ്രഷറിൽ സ്ക്യൂസ് ചെയ്താൽ പേഷ്യന്റിന് ലങ്സ് പൊട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സേഫ്റ്റി കുറച്ച് ഓപ്പൺ ആക്കി ഇടും, അല്ലെങ്കിൽ തീരെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല ക്ലോസ് ആക്കി ഇടും. അപ്പൊ ഇത് നമ്മൾ ഓൺ ആക്കുക. ഇതാണ് ACGO, ബെയിൻ സർക്യൂട്ട് എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ നമുക്ക് കുടുങ്ങി ഇനിയിപ്പോ മാനുവൽ വെന്റിലേഷനും മെക്കാനിക്കൽ വെന്റിലേഷനും ഔട്ടായി. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ബെയിൻസ് വെന്റിലേഷൻ. അപ്പം ഇതില് ഈ മെഷീനിൽ ഒരു പ്രത്യേകത ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി ഇപ്പൊ ഞാൻ മെഷീന് ഇത് എന്താ പറയാ, ഇതില് ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. ഇനിയിപ്പോ മെഷീന് പവർ ഇല്ല, പവർ ഓഫായി പോയി. ഈ മെഷീന്റെ പ്രത്യേകതയാണ് ഞാൻ പറയുന്നത്. പവർ ഓഫായി പോയി, പവർ ഓഫായിട്ട് മെഷീൻ ഫുള്ളി ഒന്നും വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക് ഓക്സിജന്റെയും നൈട്രസിന്റെയും പിന്നെ അനസ്തെറ്റിക് ഏജൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പേഷ്യന്റിനെ വെന്റിലേറ്റ് അനസ്തേഷ്യ കൊടുത്ത് കേസ് ചെയ്യാം. പക്ഷെ നമ്മൾ എന്താണ്, കേസ് ഫുള്ളായിട്ട് നമ്മൾ സ്ക്യൂസ് ചെയ്തുകൊണ്ട് മാനുവലി വെന്റിലേറ്റ് ചെയ്തുകൊണ്ട് കേസ് ചെയ്യേണ്ടി വരും. അപ്പൊ കുടുങ്ങുകയാണെങ്കിൽ നമ്മളെ മെഷീൻ, ഈ ഒരു മെഷീൻ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ഇത് ഈ മെഷീൻ ഫുള്ളി ഓഫായി കഴിഞ്ഞാൽ, അതായത് ഒന്നും വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ പോലും മെഷീൻ ഇതിപ്പോ ഓൺ കണ്ടീഷനിലായിരിക്കണം, ഈ സ്വിച്ച് ഓൺ ആയിരിക്കണം, ഡിസ്പ്ലേ ഒന്നും വരണമെന്നില്ല. ആക്ച്വലി ഓൺ കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലോ ഇവിടെ കിട്ടും. അതേപോലെ നമുക്ക് അനസ്തെറ്റിക് ഗ്യാസ് ഓൺ ആക്കാൻ പറ്റും. മനസ്സിലായോ? അതേപോലെ ബെയിൻ സർക്യൂട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് കേസ് ചെയ്യാനും പറ്റും. അപ്പൊ അത് മെഷീൻ ഫുള്ളി ഷട്ട് ഡൗൺ ആയപ്പോഴും ഈ ഒരു ഇതിന് നമുക്ക് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. എന്റെ കൂടെ ഉള്ള ആള് ചോദിച്ചൊരു ഡൗട്ടാണ്, ഇതും എന്താണ് കണക്ഷൻ. ആക്ച്വലി നമ്മൾ ഈ സെന്റർ ലൈൻ അല്ലെ, ഈ സെന്റർ ലൈന് വന്നിട്ട് നമ്മളെ മെഷീന്റെ ബാക്കിൽ കണക്ട് ആവും. ആ കണക്ട് ആവുന്നതിന്റെ അവിടുന്ന് ഒരു റെഗുലേറ്ററിന്ന് നമ്മൾ ആദ്യം ഇതിലേക്ക് വരും, ഗേജിലേക്ക് വരും. ഗേജിൽ നിന്ന് ഇതിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ എന്താണ് ഇത് എന്ന് പറയുന്നത്, ഈ ചിഹ്നം കണ്ടോ, ഈ ചിഹ്നം എന്ന് വെച്ചാൽ സെൻട്രൽ ഗ്യാസിനാണ്. അതായത് നമുക്ക് സെൻട്രൽ സപ്ലൈ വഴി വരുന്നതാണ്. ഇത് രണ്ടും സിലിണ്ടറാണ്. മനസ്സിലായോ? സിലിണ്ടറിന്റെ ചിഹ്നം കണ്ടോ. അപ്പൊ ഇപ്പൊ ഓക്സിജൻ ഇത്ര പെർസെന്റേജ് നമ്മളെ ഇതിലുണ്ട് എന്നർത്ഥം. ഇത് നൈട്രസ് ഇത്ര പെർസെന്റേജ് ഉണ്ട് എന്നർത്ഥം. ഇത് സെൻട്രൽ ലൈനിലുള്ള പ്രഷറുകളാണ്. ഓക്കെ, പിന്നെ ഇത് സ്വാഭാവികമായിട്ട് നമ്മളെ ഫ്ലോ റെഗുലേറ്റ് ചെയ്യാനുള്ള ഇതാണ്, നോബ്സ് ആണ്. അപ്പൊ ഇതിൽ നമ്മൾ വേറെ കാര്യങ്ങളുണ്ട്. നൈട്രസ് ഓൺ ആക്കുമ്പോൾ കണ്ടോ, ഓക്സിജൻ അതിനനുസരിച്ച് ഓൺ ആവും. മനസ്സിലായോ? ഇത്ര പെർസെന്റേജ് നമ്മൾ നൈട്രസ് ഓൺ ആക്കി അതിനനുസരിച്ച് ഓക്സിജൻ ഉണ്ടാവും. റേഷ്യോക്കനുസരിച്ച് മെഷീൻ തന്നെ ഇത് ഈ രണ്ട് തമ്മിൽ കണക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ നൈട്രസ് ഓൺ ആക്കുമ്പോ ഇതുണ്ടോ, ഇത് റൊട്ടേറ്റ് ആവുന്നുണ്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ നൈട്രസ് എന്തിനാ യൂസ് ചെയ്യുന്നത്? നൈട്രസ് യൂസ് ചെയ്യുന്നത് അനസ്തെറ്റിക് ഗ്യാസിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ മാത്രമാണ്. അനസ്തേഷ്യന്റെ സെഡേഷൻ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ കൂടെയാണ് നമ്മൾ നൈട്രസ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ ചോദിക്കാം, ഞാൻ പറഞ്ഞുതരാം.